അപ്പൊ വീണ്ടും വീണ്ടും ഹർജികൾ നൽകിക്കൊണ്ട് മന്ത്രിസഭ എതിർത്ത് തീരുമാനമെടുത്തിട്ടും പ്രതികൂലമായി തീരുമാനമെടുത്തിട്ടും മുഖ്യമന്ത്രി ആ ഫയൽ വിളിച്ചു വരുത്തി അതിന് അംഗീകാരം നടത്തി. അപ്പൊ അവിടെ ബെനിഫിഷ്യറി ആരാണ്? CMR. ശ്രീ രാജേന്ദ്രൻ, ഇന്ന് മേത്തൂർ തുലനാട് തലസ്ഥാന KPCC ഓഫീസിൽ വെച്ചൊരു വാർത്താ സമ്മേളനം വെച്ചു. വാർത്താ സമ്മേളനത്തിൽ സ്ഥിരം പറയുന്നത് പോലെ മാസപ്പടിയിലെ തണുക്കലും തെളിവും പുറത്തു. പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് വിട്ട ഒരു ബോംബ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി 100 കോടി രൂപ, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 100 കോടി രൂപ കരിമൺ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചു. പക്ഷെ ഈ മാസപ്പടി കേസ് തുടങ്ങിയ മാസങ്ങളായി. അതുവരെ കേട്ട പേരാണ് മുഖ്യമന്ത്രി മാത്രം വീണ വിജയന്റെ പേര്. പക്ഷെ ഇന്ന് മുതൽ പേരിന് മാറ്റം വന്നിരിക്കുകയാണ്. അപ്പൊ ഈ കേസിൽ യഥാർത്ഥ പ്രതി ആരാണ്? തീർച്ചയായിട്ടും വലിയൊരു ചോദ്യം. അതിന് മുമ്പ് ഒന്നുകിൽ മാത്യു കുഴൽനാടൻ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ കള്ളൻ, ഒന്ന്. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രി. ഇത് രണ്ടിലേതെങ്കിലും ഒന്നേ സത്യമാവാൻ കഴിയൂ. കാര്യത്തിൽ മാത്യു കുഴൽനാടനും ഷോണും നിരന്തരമായിട്ട് തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ഈ തെളിവുകൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പണം വാങ്ങി എന്നുള്ളതിന്റെ തെളിവുകളല്ല. മുഖ്യമന്ത്രി ഇവിടെ ഒരു ബെനിഫിഷ്യറിയാണ് ഈ CMR എന്നാണ് ഇപ്പൊ തെളിവ്. അതായത് ഈ കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്നുള്ള തീരുമാനമെടുത്ത ശേഷം ഈ കമ്പനി ഞങ്ങൾക്ക് ഇത്ര കോടി രൂപ നഷ്ടം വരുന്നുണ്ട് എന്ന് കാണിച്ച് ഒരു അപേക്ഷ നൽകുകയുണ്ടായി. ആ അപേക്ഷ സ്വീകരിക്കേണ്ടത് ജില്ലാ അതോറിറ്റിയാണ്. ജില്ലാ അതോറിറ്റി അത് സ്വീകരിച്ച് ഒരു തീരുമാനവും എടുക്കാതെ, അതിൽ തീരുമാനമെടുക്കേണ്ട ജില്ലാ അതോറിറ്റിയാണ്, അവർ തീരുമാനമെടുക്കാതെ സംസ്ഥാന അധികാരിക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതാണ്. പക്ഷെ നേരെ അങ്ങോട്ട് അയച്ചു. അവിടെ നിന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി, കേരളത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ അത് തിരിച്ചതേപടി അയച്ചു. യാതൊരു കാരണവശാലും ഇത് അനുവദിക്കുന്നതല്ല എന്ന് തീരുമാനം അറിയിച്ചു. അപ്പൊ വീണ്ടും വീണ്ടും ഹർജികൾ നൽകിക്കൊണ്ട് മന്ത്രിസഭ എതിർത്ത് തീരുമാനമെടുത്തിട്ടും പ്രതികൂലമായി തീരുമാനമെടുത്തിട്ടും മുഖ്യമന്ത്രി ആ ഫയൽ വിളിച്ചു വരുത്തി അതിന് അംഗീകാരം നടത്തി. അപ്പൊ അവിടെ ബെനിഫിഷ്യറി ആരാണ്? CMR ഇതിന്റെ ബെനിഫിഷ്യറി ആണെന്ന് വ്യക്തമാണ്. അത് സംസ്ഥാനത്തിന്റെ നിയമവിരുദ്ധമായിട്ട് നടന്ന ഒരു പ്രവർത്തനത്തിന്, ആ നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന് ഫയൽ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അനുകൂലമായ തീരുമാനം എടുപ്പിച്ചത് മുഖ്യമന്ത്രിയാണെന്ന് ഇവിടെ കിട്ടിയിട്ടുള്ള പേപ്പറുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം പറയും. ഇക്കാര്യത്തിൽ നേരത്തെ വ്യവസായ മന്ത്രി പി രാജീവ് ഒരു മറുപടി നൽകിയിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ നടത്തുന്നത് ഉണ്ടയില്ലാത്ത വെടിയല്ല, പക്ഷെ അതിലുണ്ട്. പക്ഷെ UDFന്റെ കാലത്താണ് ഈ ലീസിന് അനുമതി നൽകിയതെന്ന്. പ്രശ്നം അതല്ല, ലീസിന് ആര് അംഗീകാരം നൽകിയെന്നുള്ളതല്ല. ലീസ് നിരോധിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഉത്തരവുണ്ടായിട്ട് അത് പാലിക്കാതെ അതിനുശേഷവും 2 വർഷത്തോളം ഇവർക്ക് ഈ ലീസിങ്ങിനെ തുടരാൻ വേണ്ടി അനുമതി നൽകി. അവിടെയാണ് കുറ്റകരമായ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്, അധികാര തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളത്. മന്ത്രിസഭയെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മന്ത്രിസഭ പോലും അറിയാതെ സെക്രട്ടറിമാരുടെ തീരുമാനത്തിന് എതിരായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം സംസ്ഥാനത്തിന്റെ CEO ആയിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ എടുത്തു എന്നുള്ളതാണ്. അപ്പൊ മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനം സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന്, രാജ്യത്തിന്റെ താല്പര്യത്തിന് വെടിയൊഴിച്ചുകൊണ്ട് എടുക്കുകയുണ്ടായി. അതിന്റെ ബെനിഫിഷ്യറിയാണ് CMR. ആ CMR നിന്നാണ് വീണ വിജയന്റെ കമ്പനിക്ക് ഈ മാസം തോറുമുള്ള മാസപ്പടി പോയിട്ടുള്ളത്. അത് മൊത്തം കൂടിയാണ്ട് 1.72 കോടി രൂപയാണ്. അതുകൂടാതെ രാഷ്ട്രീയക്കാർക്കും അധികാരികൾക്കും എല്ലാം കൂടി 135 കോടി രൂപ. ഇതിൽ 100 കോടി രൂപ പോയിട്ടുള്ളത് പിണറായി വിജയനാണെന്ന് വ്യക്തമായിട്ട് മാത്യു കുഴൽനാടൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA. അപ്പൊ അത് തെറ്റാണെന്ന് ധരിച്ചാൽ മാത്യു കുഴൽനാടൻ രാജിവെക്കണം. അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ഒരു സംദിഗ്ധ ഘട്ടമാണിത്. തീർച്ചയായിട്ടും വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാത്യു കുഴൽനാടനെ അതുപോലെ ഷോണിനെയും പലവിധത്തിലുള്ള ഇടപെടൽ കൊണ്ട് പോലീസിനെ കൊണ്ടും അതുപോലെ തന്നെ റവന്യൂ അതോറിറ്റിയെ കൊണ്ടും റവന്യൂ വകുപ്പിനെ കൊണ്ടും ഇടപെടുവിച്ച് അവരുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും
അവർക്കെതിരെയുള്ള നടപടികളും ഭീഷണികളും തുടരുമ്പോഴും അവർ ഇതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഷോൺ തന്നെ KSIDCക്കെതിരെ ഹർജിയുമായിട്ട് ഇന്ന് ഹൈക്കോടതിയിലുണ്ട്. അപ്പൊ അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വെറും പ്രചാരണം മാത്രമല്ല, തെളിവുകളുടെയും അത് കോടതിക്ക് തന്നെ മുമ്പിലുള്ള തെളിവുകളുടെയും, അതായത് ആധികാരികമായിട്ടുള്ള തെളിവുകളുടെയും. താങ്കൾ ഈ ചർച്ചയിൽ ആദ്യം പറയും മാത്യു തൊഴിലിനാണ് കള്ളനാണ്. അത് പറയാനുള്ള കാരണം എന്താണ് താങ്കൾ? ഒന്നുകിൽ കണ്ടീഷനിലാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദത്തിൽ ഒരു നിമിഷം പോലും ഇരിക്കാൻ മുഖ്യമന്ത്രി യോഗ്യനല്ല. അദ്ദേഹം ഈ മാത്യു കുഴൽനാടൻ പറയുന്നത് ശരിയാണെങ്കിൽ. പക്ഷെ അതുണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, ഈ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങൾ പോലും വളരെ കാര്യമായിട്ട് എടുക്കുന്നില്ല. മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിക്കുന്നു. ഈ കേസ് ആദ്യം തുടങ്ങിയപ്പോൾ മാധ്യമങ്ങളെല്ലാം ശ്രദ്ധ കൊടുത്താണ്. പിന്നെ മാത്യു തുടങ്ങാൻ എന്തൊക്കെ വന്ന് പറയണത്, ഇതിനൊന്നും തെളിവില്ല, അല്ല മാത്യു തുടങ്ങാൻ ഒന്നും കേസിന് പോകണില്ല. പിന്നെ മാധ്യമങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യത്തിൽ? അതെ, അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാണ്. മുഖ്യമന്ത്രി പറയുന്നുണ്ട്, മറുപടി പറയുന്നുണ്ട്, പക്ഷെ പറയുന്നതിനകത്ത് ഒരു വലിയ ഗ്യാപ്പുണ്ട്, ഒരു വിടവുണ്ട്. ഈ പണം എന്താണ് സർവീസ് കൊടുത്തത്, അത് കമ്പനികൾ തമ്മിലുള്ളതാണെന്ന് പറയുന്നതല്ലാതെ എന്തിടപാടാണ് അവർ തമ്മിൽ നടത്തിയിട്ടുള്ളതെന്നുള്ളത് വീണ വിജയൻ പറയുന്നില്ല. അതാണിപ്പോ SFIO ചോദ്യം ചെയ്തിരിക്കുന്നത്. അത് SFIOയ്ക്ക് അതിനോട് ഉത്തരം കിട്ടിയിട്ടില്ല, KSIDCയിൽ നിന്ന് കിട്ടിയിട്ടില്ല. KSIDCയുടെ കീഴിൽ വരുന്ന അവരുടെ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയിൽ നിന്ന് കിട്ടുന്നില്ല, CMRൽ നിന്നും കിട്ടുന്നില്ല. അപ്പൊ അവിടെയാണ് ഒരു ദുരൂഹതയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടത് മാത്യു കുഴൽനാടനെ അല്ല, മുഖ്യമന്ത്രിയെ തന്നെയാണ്. ഷോണിനെ അല്ല, മുഖ്യമന്ത്രിയെ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെ പാർട്ടിയും ആ പോളിറ്റ് ബ്യൂറോയും എല്ലാം ഗവൺമെന്റിൽ മന്ത്രിസഭയും ഘടകകക്ഷികളും എല്ലാം ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ഗുരുതരവും വളരെ വ്യക്തവും സുതാര്യവും അച്ചസ്ഫടിക സംഘാശ്രയവുമായിട്ടുള്ള തെളിവുകൾ, അതായത് വെള്ളം പോലെ തെളിഞ്ഞു കാണപ്പെടുന്ന വെള്ളം പോലെയുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടും കേരളം എന്തുകൊണ്ട് ഇതുകൊണ്ട് ഇതിനെന്ത് പ്രതികരിക്കുന്നില്ല? ഒരു രാഷ്ട്രീയ ധാർമ്മികത പോട്ടെ, വ്യക്തിശുദ്ധിയും കൈകൾ ശുദ്ധമായിരിക്കുന്ന പോട്ടെ, ഒരു രാഷ്ട്രീയ ധാർമ്മികത വേണ്ടേ? അപ്പൊ ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്ന് പറയും മറ്റൊരു കാര്യമുണ്ട്, കേരള മുഖ്യമന്ത്രി സ്വന്തം മാത്രമല്ല സമൂഹത്തിന് മുമ്പിൽ നാണം ചെലുത്തിയാണ്. കാരണം മുഖ്യമന്ത്രിയാണ് ഇപ്പൊ പ്രതി എന്നും വീണ വിജയൻ ഇപ്പൊ പ്രതിയല്ല എന്ന രീതിയിലാണ് മാത്യു തൊഴിൽ നടത്തിയ വാർത്താ സമ്മേളനം. അതെ, ശിവശങ്കരനെ അദ്ദേഹം ബലിയാടാക്കിയിട്ടുണ്ട്. ശിവശങ്കരനെ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ കാര്യങ്ങളാണ് സ്വർണ്ണക്കടത്ത് കേസിൽ നമ്മൾ കണ്ടതെന്ന് പറയുന്നു. സ്വപ്ന സുരേഷിനെ വെച്ചുകൊണ്ട് അദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ട്. അത് ഇതിലെല്ലാം ശിവശങ്കരനും സ്വപ്നയും ഒക്കെയാണ് പിടിയിലായിട്ടുള്ളത്. എന്നതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഈ പറയുന്നത് ശരിയാണെങ്കിൽ, മാത്യു കുഴൽനാടൻ പറയുന്നത് ശരിയാണെങ്കിൽ, വീണയെ ബലിയാടാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ അഴിമതി, എനിക്ക് തോന്നുന്ന ഈ ഇത്രയും കോടി 100 കോടിയുടെ ആകുമ്പോൾ അദ്ദേഹം വ്യക്തിപരമായിട്ടായിരിക്കുകയില്ല, വളരെ വ്യക്തമായിട്ടും വ്യക്തിപരമായിട്ട് സമ്പാദിച്ചതായിരിക്കില്ല പണം. അത് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു ദാനമാണ്, അല്ലെങ്കിൽ ഒരു ഡൊണേഷനാണ്. അതിനുവേണ്ടി നടത്തിയ ഒരു സാഹസം തന്നെയായിരിക്കാനേ വഴിയുള്ളൂ. അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തിനെ ഇങ്ങനെ പിന്തുണയ്ക്കുകയില്ല. ഒരു അഴിമതിക്കാരനായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാതെ അദ്ദേഹത്തിന് നിയമത്തിന്റെ വഴിക്ക് വിടുകയല്ല ചെയ്യേണ്ടത്. ഏത് പാർട്ടിക്കാരും അതല്ലേ കാര്യമായിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ബെനിഫിഷ്യറി മുഖ്യമന്ത്രിയുമല്ല, മുഖ്യമന്ത്രിയുടെ പാർട്ടി തന്നെയായിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഈ പാർട്ടിക്ക് അദാനിയെയോ അദ്ദേഹത്തിന്റെ ഷെൽ കമ്പനിയെയോ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഷെൽ കമ്പനികളെയോ വിമർശിക്കാനുള്ള യാതൊരു വിധമായിട്ടുള്ള ധാർമ്മിക അധികാരം ഇല്ലാതായിരുന്നു. അഴിമതിക്കാരെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ പോലുള്ള ധാർമ്മിക അധികാരം ഈ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. പാർട്ടി അതിന്റെ ബെനിഫിഷ്യറി ആണെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ് ഇത്. അല്ലെങ്കിൽ 100 കോടിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ഈ 100 കോടി എന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. സ്വന്തം മതത്തിൽ വീണ വിജയനെതിരെ മാത്യു കുഴൽനാടൻ ഒരുപാട് രൂക്ഷമായ വിമർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി വാ തുറന്നിട്ടില്ല. ഇന്ന് സ്വന്തം മുഖ്യമന്ത്രി 100 കോടി രൂപ വാങ്ങിച്ചെന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടൻ അടുത്ത ബോംബ് പൊട്ടിച്ചു. ഈ സമയത്ത് മുഖ്യമന്ത്രി വാ തുറന്ന് സംസാരിക്കുമോ? അത് പത്രസമ്മേളനം കഴിഞ്ഞു, അത് കഴിഞ്ഞ് ചർച്ചയൊക്കെ നടത്തി. പക്ഷേ അത് ഹെഡ്ലൈൻ പോലും ആവുന്നില്ല കേരളത്തിൽ. എന്താണ് നമ്മളെ മാധ്യമങ്ങളും മരവിച്ചു പോയോ എന്ന് സംശയിക്കും. കാരണം ഒരു 6 മാസമായിട്ട് ഈ കേസിന്റെ പേര് ഒരു വാലും തുമ്പുമില്ല. പിന്നെ എന്താ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? മാധ്യമങ്ങൾ മരവിച്ചു പോയിരിക്കുന്നു. കാരണം അവർക്കറിയാം, എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയാം, ഇത് കുറച്ചു നാൾ ഒരു സ്റ്റോറിയുടെ ആയുസ് എന്ന് പറയുന്നത് ഒറ്റ ദിവസമാണ്. മീൻ പോലാണിത്. ആദ്യം പിടിക്കുമ്പോൾ പടയ്ക്കുന്ന വട്ടമീനായിരിക്കും, പിറ്റേ ദിവസം ഇത് അഴുകിയ മത്തിയോ ചാളയോ ആയിട്ട് പോവുകയാണ്.
വേസ്റ്റ് കൂട്ടത്തിൽ കൊണ്ടുവന്ന് കുപ്പയിൽ കൊണ്ടുപോയി തള്ളുകയേ കരണീയമായിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു ദിവസമാണ്. ഈ പത്രസമ്മേളനത്തിന്റെ ആയുസ് കെട്ടടങ്ങി, അതോടുകൂടി തീർന്നു. യാതൊരു ഫോളോ അപ്പും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ദയനീയമായിട്ടുള്ളത്. യാതൊരു നടപടിയും അതിന്റെ ഫലമായിട്ട് യാതൊരു പ്രതികരണങ്ങളും ഉണ്ടാവുന്നില്ല, ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. മേത്തക്കുണ്ടായിരുന്ന ബോംബ് പൊട്ടിച്ച് 100 കോടി രൂപ വാങ്ങിച്ചായിട്ട് അതിനായിട്ടൊരു വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി വെക്കുമെന്ന് വരും ദിവസം കണ്ടറിയാം. നന്ദി ശ്രീ രാജേന്ദ്രൻ. ഓക്കെ.